വീടിനകത്ത് എന്തോ ഉണ്ടോ, എന്തോ കുഴപ്പമുണ്ട് കേട്ടോ, പറയാറില്ലേ? വീടിനകത്ത് എന്തോ കുഴപ്പമുണ്ട് ഉസ്താദെ, വീടിനകത്ത് കയറി കഴിയുമ്പോഴത്തേക്ക് തുള്ളലളവാന്ന് പറയണില്ലേ? ശൈത്താന്റെ ഷർറുകൾ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇത് വന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ പൈശാചികമായിട്ടുള്ള ഉപദ്രവം കാരണം സഹിക്കാൻ പറ്റുന്നില്ല, ദുആ ചെയ്യണേ എന്ന്. അല്ലാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശൈത്താന്റെ ഷർറ് വലിയ ഷർറാ. ആ പൈശാചികമായിട്ടുള്ള ഉപദ്രവം എന്തിന് നമ്മളൊക്കെ പറയുമല്ലോ, ദാഹമൗതതു കൂട്ടിടും ഇബ്ലീസു കൂസിനെ കാട്ടിടും, നേരല്ലൈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബനാ. ഈ ശൈത്താനിനെ ജീവിതത്തിൽ നിന്ന് ആട്ടി ഓടിച്ചാൽ ആ മരണസമയത്ത് നമുക്ക് ഓടിക്കാൻ പറ്റും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പലരും പറയും, ഉസ്താദേ വീടിനകത്ത് ഭയങ്കര പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളുണ്ട്, ഇബ്ലീസിനെ ഇറക്കാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? ഇവിടെ ആരുടെ വീടിനകത്തിരിക്കുന്ന ശൈത്താനെയും ഇറക്കി വിടാം, പൈസ ഒന്നും വേണ്ട, കൂടോത്രവും മന്ത്രവാദവും ഒന്നും വേണ്ട. ഇറക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ തന്നെ ചെയ്താൽ മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചെയ്യോ 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 നിങ്ങൾക്ക് വേണോ വേണ്ടേ? വേണോ വേണ്ടേ? ആദ്യം നിന്റെ ശരീരത്തിൽ കൂടിയിരിക്കുന്ന ശൈത്താൻ ഇറക്കാം, പിന്നെ വീട്ടിൽ നിന്ന് ഇറക്കാം. അത് അങ്ങനെ വേണോന്ന് ചോദിച്ചപ്പം വെടികൊണ്ടതുപോലെ ഇരിക്കുക. കാരണം എന്താ ഉസ്താദെ, ഞാനും ശൈത്താനും തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് ഉറച്ചതാ, എങ്ങനെ ഓനെ ഇറക്കി വിടും? ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം വെച്ച് ഇങ്ങനെ ഇറക്കി വിടാ. പണ്ടൊരാള്, ഞാൻ ഹജ്ജിന് പോയ സമയത്താണ് പത്രങ്ങളിലൊക്കെ വാർത്തയുണ്ട്, ഒരാൾ ഇങ്ങനെ ഹജറുൽ അസ്വദ്, ഒരാൾ ജംറയിൽ പോയി കല്ലെറിയ. ചിലരൊക്കെ ജംറയിൽ പോയി കല്ലെറിയാറുണ്ട്. അപ്പൊ ശൈത്താൻ തന്നെ ചോദിക്കുക, അളിയ നമ്മൾ തമ്മിൽ എറിയണോടാ. ജംറയിൽ പോയിട്ട് ശൈത്താനെ കല്ലെറിയുമ്പോ ശൈത്താൻ തന്നെ ചോദിക്കുക, നീ എന്നെ എറിയുന്നോടാ. ഇതാണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശൈത്താന്റെ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ മാറാൻ നിങ്ങളുടെ വീടിനകത്ത് കൂടിയിരിക്കുന്ന ശൈത്താനെ ഇറക്കി വിടണമെങ്കിൽ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. പൈസ ചെലവൊന്നുമില്ല, ഖുർആനിലെ ഒരു ആയത്ത് വീട്ടിൽ പോയി ഓതിയാ മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതുവോ ഉറക്ക ഇൻഷാ അല്ലാഹ് പറ. പോരാ, ഒന്നുകൂടെ ഓതാന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. നീ ചിരിച്ചോണ്ട് തന്നെ ഇപ്പൊ നീ ഇരുന്ന് ചിരിക്കും. അവസാനം തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പിടിക്കുമ്പോ നീ ഈമാനില്ലാതെ ചാകുമ്പോ ഇബ്ലീസ് നിന്നിങ്ങനെ ചിരിച്ചു കാണിച്ചു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരായത്ത് ഓതുവോ? അല്ലാഹു നമുക്കൊക്കെ നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈവക്കുക. സ്റ്റേജിൽ ഇരിക്കണവരൊക്കെ പൊക്കിക്കോ, പെണ്ണുപിള്ളമാര് കാണുന്നുണ്ട്. പലരും കൈവക്കിയില്ല. കാരണം എന്താ? എന്റെ പൊന്നാര സിറാജ് ഉസ്താദ്, ഇവളെ ഇവിടെ തന്നെ സഹിക്കാൻ വയ്യ, ഇനി ഇവള് സ്വർഗത്തിലുണ്ടോ? അല്ലാഹു പടച്ച നമ്മുടെ ഭാര്യമാരൊക്കെ പാവങ്ങളാട്ടാ. അല്ലാഹു അവരൊക്കെ നല്ല പെണ്ണുങ്ങളുണ്ട്. അല്ലാഹു നമ്മുടെ ഭാര്യമാരൊക്കെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ഭർത്താക്കന്മാരെ സ്വർഗത്തിൽ വേണോ? ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കി. സുബ്ഹാനല്ലാഹ്, ഇന്ന് തന്നെ കുടുംബ കലഹം ഉണ്ടാകും. അല്ലാഹു നമ്മളെ കുടുംബസമേതം സ്വർഗത്തിൽ എത്തിക്കുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ജോലി കൊടുത്തു, കുറച്ചു സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ജോലി. അബൂ ഹുറൈറ റളിയല്ലാഹു തആല രാത്രി ഇങ്ങനെ കാവൽ നിൽക്കുകയാണ്. അപ്പൊ നോക്കുമ്പോ തലയിൽ തുണി ഇട്ടിട്ട് ഒരു ചങ്ങാതി ഇരുന്നിട്ട് ചാക്കിനകത്ത് വാരി നിറയ്ക്കുക, മോഷണം നടത്തുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചെന്ന് പിടിച്ചു. വാ, നബിയുടെ മുന്നിൽ പോകാം, വാ, കള്ളനല്ലേ നീ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഞാൻ നിന്നെ കൊണ്ടുപോകും, വാടാ. അപ്പൊ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അബൂ ഹുറൈറ പട്ടിണിയാ, ദാരിദ്ര്യമാ, വീട്ടിൽ വലിയ പ്രയാസമാ, ഗതികേട് കൊണ്ടുവന്നത്, എന്നെ പിടിച്ചോണ്ട് പോലെ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരു പാവ ചങ്ങാതി അങ്ങ് വെറുതെ വിട്ടു.
പിറ്റേ ദിവസം രാത്രിയായപ്പോ ഇതേ ചങ്ങാതി അന്നും വന്നു. അന്ന് ഇങ്ങനെ ചാക്കിനകത്ത് വാരിയിടുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്നും പിടിച്ചു. അപ്പൊ പറഞ്ഞു, ഭാര്യയും മക്കളും വിശന്ന് കരയുന്നത് കണ്ടിട്ട് വന്നുപോയതാ, ഇനി ഞാൻ വരൂലട്ടാ. അന്നും വെറുതെ വിട്ടു. മൂന്നാമത്തെ ദിവസവും ഈ മനുഷ്യൻ മോഷണം നടത്താൻ വന്നു. അന്നും അബൂ ഹുറൈറ തങ്ങൾ പിടിച്ചു. അന്ന് പറഞ്ഞു, ഇനി നീ എന്തും പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്ക് ഞാൻ കൊണ്ടുപോയി ശിക്ഷ വാങ്ങിത്തരാം. ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് നിനക്ക് ശിക്ഷ വാങ്ങിത്തരും. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, അബൂ ഹുറൈറ, ആ ചങ്ങാതിക്ക് മനസ്സിലായി ഇനി കരഞ്ഞിട്ടും ദാരിദ്ര്യം പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ നിനക്കൊരു ഇൽമു പഠിപ്പിച്ചു തരാം. പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ ആയത്ത് നീ ഓതുകയാണെങ്കിൽ ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാം. ഇൽമിനോട് വല്ലാത്ത സ്നേഹം അബൂ ഹുറൈറ തങ്ങൾക്ക്. കേട്ട ഉടനെ ചോദിച്ചു, എന്താ? പറഞ്ഞു കൊടുത്തു, വിട്ടുകളഞ്ഞു. പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ പോയി സുബഹി നമസ്കാരം കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അബൂ ഹുറൈറ, കള്ളനെ വെറുതെ വിട്ടുവില്ലേ? കള്ളനെ വെറുതെ വിട്ടുവില്ലേ? നബിയെ, 2 ദിവസം ഓൻ കരഞ്ഞപ്പോ ഞാൻ വെറുതെ വിട്ടതാ. മൂന്നാമത് ഞാൻ അവനെ കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോ അവൻ എനിക്കൊരു ഇൽമു പറഞ്ഞു തന്നു, അതുകൊണ്ടാണ് ഞാൻ വെറുതെ വിട്ടത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാണ്. ആരായിരുന്നു? ഇബ്ലീസ് ആയിരുന്നു. ഇബ്ലീസ് തന്നെയാ പറഞ്ഞത്. ഖുർആനിലെ ഈ ആയത്തോതിയ ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടുമെന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരാ പറഞ്ഞത്? ഇബ്ലീസ് തന്നെ ഇത് പറഞ്ഞു കൊടുത്തത്. കാരണം ഇബ്ലീസിന് വലിയ അറിവല്ല, മലക്കുകളുടെ ഉസ്താദായിരുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഏതായത്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുൽ കുർസി ഉണ്ടല്ലോ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ഇന്ന് വഴുത് കഴിഞ്ഞ് വിടന്ന വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് നിങ്ങളുടെ വീടിനകത്ത് കയറി നിന്നിട്ട് ആയത്തുൽ കുർസി പാരായണം ചെയ്താ വീടിനകത്തിരിക്കുന്ന ഇബ്ലീസ് തന്റെ മക്കളെ വിളിക്കുകയാ. വീടിനകത്തിരിക്കുന്ന ഇബ്ലീസ് തന്റെ മക്കളെ വിളിക്കുകയാ. എന്നിട്ട് പറയുന്നു, ഇന്ന് നമുക്കിവിടെ താമസിക്കാൻ പറ്റൂല, ഇന്ന് നമുക്കിവിടെ താമസിക്കാൻ പറ്റൂല, ഇനി നമുക്ക് വേറെ വീട് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇബ്ലീസും തന്റെ മക്കളും ഇറങ്ങിപ്പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. വീട്ടിൽ പോയിട്ട് ആയത്തിൽ കുറിച്ച് ഓതിയ ഇബ്ലീസ് പറയും, ഇന്ന് ഇനി ഇവിടെ കിടന്നുറങ്ങാൻ പറ്റൂല, വേറെ ഏതെങ്കിലും വീട് നോക്കാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഇബ്ലീസ് പറയും, ഒന്ന് നിൽക്കും മക്കളെ, ഭക്ഷണം ഉണ്ടോന്ന് നോക്കാം. എന്തായാലും ഇന്ന് ഇനിയിപ്പം ഉറങ്ങാൻ പറ്റത്തില്ല. ഇബ്ലീസ് പറയും, ഇന്നിവിടെ താമസിക്കാൻ പറ്റത്തില്ല, ഭക്ഷണം വല്ലതും കിട്ടുമോ എന്ന് നോക്കാം. ബിസ്മി പറയാതെ ആരെങ്കിലും ഭക്ഷണം കഴിച്ച ശൈത്താനും മക്കളും കൂടെ കയറിയിരുന്ന് തിന്നും. ബിസ്മി പറഞ്ഞ ശൈത്താൻ പറയും, ഇന്ന് പട്ടിണി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, വീടിനകത്തേക്ക് കയറുമ്പോ, ഇന്നിവിടുന്ന് വാഴുകടന്റെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് നീ പറയണം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. രക്ഷപ്പെട്ട സഹോദരാ, വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോ അപ്പോഴും പറയണം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അപ്പോഴും നീ രക്ഷപ്പെടുകയാണ്. പടച്ചവനെ, അല്ലാഹുവിന്റെ റസൂൽ അവിടെ പറയുകയാ, മുത്തുനബി അവിടെ പറഞ്ഞല്ലോ, വൈകുന്നേരം സമയത്ത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ വെളിയിൽ വിടല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ഉമ്മമാര് പറയുന്ന, ഉസ്താദേ, മക്കള് പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവൻ കടന്ന് കാണിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിയുന്നില്ല. എന്തേ കാരണമെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞടി പൊന്നുമോളെ, മക്കളുള്ള ഓരോ ഉമ്മമാരും കേട്ടോ, നീ എപ്പോഴാ കറങ്ങാൻ പോകുന്നത്? നീ എപ്പോഴാ കറങ്ങാൻ പോകുന്നത്? പണ്ടുള്ള ഉമ്മമാര് പറയും, 6 മണി കഴിഞ്ഞ കുഞ്ഞുങ്ങള് വീടിന്റെ വെളിയിലിറങ്ങരുത്. ആ സൂര്യൻ അസ്തമിക്കുന്ന സമയമാകുമ്പോ മഗ്രിബിന്റെ തൊട്ടു മുമ്പുള്ള സമയമുണ്ടല്ലോ, മഗ്രിബിന്റെ തൊട്ടു മുമ്പുള്ള സമയമുണ്ടല്ലോ, കുട്ടികളെ വെളിയിൽ വിടല്ലേ.
കുട്ടികളെ വെളിയിൽ വിടല്ലേ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ പിടിച്ചു നിർത്തണേ. ആ സമയത്ത് പിശാച് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വൈകുന്നേര സമയം ഒരു 6 മണി കഴിഞ്ഞാൽ ആ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് കൊച്ചുമക്കളെ വീടിന് പുറത്തു വിടരുത്, നിങ്ങൾ വീടിനകത്ത് പിടിച്ചു നിർത്തണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മൾ എപ്പോഴാ പോണേ? അപ്പോഴാ ഇറങ്ങണേ, നമ്മൾ അപ്പോഴാ വെളിയിൽ ഇറങ്ങണേ. അതുകൊണ്ട് തന്നെയാ ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന 3ാമത്തെ പ്രതിഫലം, ശൈത്താനിന്റെ ശർറിൽ നിന്ന് അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് കൊടുക്കുന്ന 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? നിന്റെ റിസ്ഖുണ്ടല്ലോ, നിന്റെ സമ്പത്തുണ്ടല്ലോ, അല്ലാഹു ബറക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. കടലിന്റെ ഓരത്ത് പോകുന്നവരെ കാണാ, കടലിന്റെ ചാരത്ത് പോയി നിൽക്കുന്നവരെ കാണാ, ചെറിയ പറവകൾ കടലിന്റെ എതിരെ പറന്നു പോവുകയാ. എവിടെയെന്ന് അറിയുമോ? ഭക്ഷണമെടുക്കാൻ. പടച്ചവനെ, ലക്ഷദ്വീപിൽ ഞാൻ പോയപ്പോ ബോട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അല്ലാഹുവേ, ചില പക്ഷികൾ ഇങ്ങനെ പറന്നു നടക്കുകയാ. കടലിലാണ് ആ പാവകൾ, ആ പറവകൾ ജീവിക്കുന്നത് കടലിലാണ്. പടച്ചവനെ, ആ വെള്ളത്തിൽ തന്നെയാണ് അത് താമസിക്കുന്നത്. അതാ പറന്നു വന്നിട്ട് മീൻ ഇങ്ങനെ കുത്തിയെടുത്ത് കഴിക്കുകയാ. അത്ഭുതം തോന്നുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, തവക്കൽതു അലല്ലാഹ് ജീവിതത്തിൽ പറയാ തീരുമാനിക്കുവാ, അല്ലാഹുവേ നിന്റെ ജോലിയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാ, നിന്റെ കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാ, നിന്റെ വീട്ടിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാ, നിന്റെ ഭക്ഷണത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാ, നിന്റെ ആരോഗ്യത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാ. അല്ലാഹു നിനക്ക് നൽകിയതിൽ മുഴുവനും അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാണ്. അല്ലാഹു നിലനിർത്തി തരികയാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, മക്കളെ പീഡിപ്പിക്കുന്ന ഉമ്മമാരെ, മക്കളെ ചെറുപ്രായത്തിൽ വല്ലാതെ പീഡിപ്പിക്കുകയാ. മക്കളോട് പറയുകയാ, നല്ലതുപോലെ പഠിക്കണം, നല്ലതുപോലെ പൈസ ഉണ്ടാക്കണം, എങ്കിലേ ജീവിക്കാൻ പറ്റൂ എന്ന് 5ാം ക്ലാസ്സുകാരനെ പീഡിപ്പിക്കുന്ന എന്റെ ഉമ്മയോട് പറയുകയാ. എന്തിനാ മക്കളെ കുറിച്ച് ഓർത്ത് പ്രയാസപ്പെടുന്നത്? എന്തിനാണ് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടുന്നത്? ഒരിക്കലും അല്ലാഹു നിങ്ങൾക്ക് അന്നം മുട്ടിക്കൂലല്ലോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മക്കളുടെ ചാരത്തേക്ക് കടന്നു പോവുകയാണ്. എല്ലാവർക്കും പേടിയാണ്. പള്ളിക്ക് കൊടുക്കാൻ, പാവങ്ങൾക്ക് കൊടുക്കാൻ ഈ ബക്കറ്റ് മുന്നിലേക്ക് കടന്നു വന്നപ്പോ ഒരു 10 രൂപ എടുത്തിട്ട് നിനക്ക് വല്ലാത്ത പേടിയാണ്. ഉസ്താദേ, ദാരിദ്ര്യം വരുമല്ലോ, ഉസ്താദേ, പട്ടിണി വരുമല്ലോ. പേടിയാണ്, പേടിയാണ്, പേടിയാണ്. എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറയുകയാ, ഒരിക്കലും നിങ്ങൾ ഭയപ്പെടണ്ട. നിന്റെ വീടിനകത്ത് പട്ടിണി വരില്ല, നിന്റെ വീടിനകത്ത് പട്ടിണി വരില്ല. മരിക്കുന്ന കാലം വരെ പട്ടിണി വരൂല. ഒരു സംഘടനയുടെ മുന്നിലും നീ അതാ അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കണം. മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ റബ്ബ് വരുത്തൂല. അല്ലാഹു പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, ഞാൻ പറയുന്നതനുസരിച്ചാ മരിക്കുന്ന കാലം വരെ പിരിവെടുക്കണ്ട, മരിക്കുന്ന കാലം വരെ കൈനീട്ടി യാചിക്കണ്ട. നിന്റെ കുടുംബത്തിനകത്ത് അല്ലാഹു ദാരിദ്ര്യം തരില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എല്ലാവർക്കും പേടിയാ, പടച്ചോനല്ല എങ്ങനെ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം വരും, വലിയ പ്രയാസം വരും, പട്ടിണി വരും, പൈസ തീർന്നു പോകും, എല്ലാത്തിനും പേടിയാ. അല്ലാഹു നമ്മളുടെ പേടി മാറ്റി തരുമാറാകട്ടെ.
അള്ളാഹു പേടി മാറ്റി തരുമാറാകട്ടെ. മരിക്കണ കാലം വരെ ആരുടെ മുന്നിലും കൈ നീട്ടണ്ട. ഒരു കാലത്തും നിന്റെ വീടിനകത്തും പട്ടിണി വരൂല. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എടാ, അംബാനിയുടെ വീട്ടിൽ പട്ടിണി വന്നാലും നിന്റെ വീട്ടിൽ ചോറുണ്ടാകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തൊക്കെ സംഭവിച്ചാലും ഈ ലോകം മുഴുവനും തലകീഴായിട്ടും അറിഞ്ഞാലും നിന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു കാര്യം ചെയ്യണം. ഒരേ ഒരു കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിന്റെ വീട്ടിൽ പട്ടിണി ഉണ്ടാകില്ല. ഹലാലായ ഭക്ഷണം ഉണ്ടാകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യോ 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 മരിക്കുന്ന കാലം വരെ കൊറോണ വന്നാലും ഗൾഫിൽ നിന്ന് പൈസ വന്നാലും ജോലി ഉണ്ടെങ്കിലും ജോലി ഇല്ലെങ്കിലും നിന്റെ വീട്ടിൽ എന്നും ഭക്ഷണം ഉണ്ടാകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു കാര്യം ചെയ്യണം. ചെയ്യോ ചെയ്യോ നിനക്ക് വേണമെങ്കിൽ ചെയ്യ, എനിക്ക് നിർബന്ധമൊന്നുമില്ല. എനിക്ക് എന്റെ കാര്യം നോക്കിയാൽ പോലെ. നിന്റെ വീട്ടിൽ പട്ടിണി ഉണ്ടെങ്കിൽ സിറാജിന് വിഷമിക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. ഞാൻ പൈസ ചോദിച്ചാ, നിന്റെ പൈസ ആർക്ക് വേണം? അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹ് അംബാനിയല്ലേ, നിന്റെ പൈസ എന്തിനാ അള്ളാഹ്ക്ക്? താത്ത, നീ സ്വർണ്ണം ഒന്നും കൊടുക്കണ്ട. അള്ളാഹ് പറയുന്ന, ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്താൽ മരിക്കണ കാലം വരെ നിനക്ക് പട്ടിണി ഇല്ലാതെ കഴിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യോ 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 നിയത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്കും. പള്ളിയുടെ മുന്നിൽ പിരിവെടുക്കാൻ പോകുന്നവൻ പൊക്കണ്ട, നീ പിരിവെടുത്തു. ഇങ്ങനെ SKSF-ന് അപേക്ഷ കൊണ്ടുകൊടുത്ത സഹചാരിക്ക് പലതും തായെന്ന്. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹുവേ കൈപൊക്കിക്ക് ദുആ ചെയ്യട്ടെ. അള്ളാഹുവേ, ആരൊക്കെ ഈ സദസ്സിൽ ഇരുന്ന് കൈപൊക്കിയോ മരിക്കണ കാലം വരെ ഒരുത്തന്റെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അള്ളാഹുവേ. നീ ദാരിദ്ര്യം തരല്ലേ പടച്ചവനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഹലാലായ ഭക്ഷണം നീ തരണേ പടച്ചവനെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കൈപൊക്കാത്തവൻ അള്ളാഹു ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യണം? സമയമുണ്ട്. ചെയ്യോ ചെയ്യോ എന്തെന്നറിയോ? എല്ലാവർക്കും പേടി. രാത്രി വല്ല എഴുന്നേറ്റ് നിസ്കരിക്കാനാണോ അതോ സ്വർണ്ണം ഊരിക്കാനാണോ? അല്ല, അല്ലാഹ് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. ഖുർആൻ നോക്ക്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അള്ളാഹു പറയുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, സൂറത്തു ത്വാഹ അള്ളാഹ് പറയുകയാ, നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും 5 നേരം നമസ്കരിക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആര് തരും? ആര് തരും? ഉറക്കപ്പുറം ആര് തരും? അല്ലാഹ് തരും. അല്ലാഹ് എങ്ങനെ രാഷ്ട്രീയക്കാരനാണോ പറഞ്ഞ വാക്ക് മാറ്റാൻ? അല്ല. അള്ളാഹു ചോദിക്കുകയാ, ലാ നസ്അലുക റിസ്ഖ. നീ അല്ല റിസ്ഖ് ഉണ്ടാക്കുന്നത്. നീ എന്താ പറയണേ? ഞാൻ ജോലിക്ക് പോയത് കൊണ്ടാ എന്റെ വീട്ടിൽ പട്ടിണി ഇല്ലാതെ കഴിയുന്നേ. ആര് പറഞ്ഞു? നീ ജോലിക്ക് പോയില്ലെങ്കിൽ നിന്റെ കുടുംബം പട്ടിണിയാവുമെന്ന് നീ പറയുന്നു. ആര് പറഞ്ഞു? നിനക്ക് ജോലി തന്നതാരാ? അല്ലാഹ്. ആരോഗ്യം തന്നതാരാ? അല്ലാഹ്. അല്ലാഹ് പറയുകയാ, ഞാനാടാ റബ്ബ്, ഞാനാ റാസിഖ്, ഞാനാ ഭക്ഷണം തരുന്നവൻ. മരിക്കണ കാലം വരെ ഞാൻ തരും. നീ നിസ്കരിച്ചാ മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിസ്കരിക്കാറുണ്ടോ? നിസ്കരിക്കാറുണ്ടോ? ഉണ്ട്. എപ്പോ? നമുക്ക് തോന്നണ സമയത്ത് നിസ്കരിക്കാറുണ്ട്. പള്ളിയിൽ നിന്ന് 5 നേരം മാങ്ക വിളിക്കും. അത് മോദിന്റെ ജോലി. വിളിക്കും. ഇമാമ് നിസ്കരിക്കും. നമ്മളോ? എപ്പോഴാ ആമിനാത്ത? ളുഹറിന്റെ സമയം എപ്പോഴാ? മീൻ വെട്ടി ചോറ് വെച്ച് കുളിച്ച് തിന്ന് സർവ്വതും കഴിഞ്ഞിട്ട് വൈകുന്നേരം നിന്റെ ളുഹറിന്റെ സമയം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. പിന്നെന്തിനാ അല്ലാഹ് സമയം നിശ്ചയിച്ചിരിക്കണേ?
അല്ല എന്തിനാ പിന്നെ സമയം വെച്ച് നിനക്ക് തോന്നണ സമയത്ത് നിസ്കരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ അല്ല സമയം വെച്ചിരിക്കണം? നിങ്ങളൊക്കെ നിസ്കരിക്കും, മക്കൾ നിസ്കരിക്കാറുണ്ടോ? നിസ്കരിക്കാൻ കൽപ്പിക്കേണ്ടത് എത്രാമത്തെ വയസ്സില്? പറചങ്ങാതി 7ാമത്തെ വയസ്സിൽ നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവരെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം താത്താമാരെ? അടിക്കണം. അതുങ്ങളൊന്ന് ഇവിടെ കയറ്റി നിർത്തിയിട്ട് ഞാൻ ഫാത്തിഹ ഓതിപ്പിക്കും. പോയിരുന്നു സബ് ജൂനിയർ വിഭാഗത്തിനെ പിടിച്ചോ, എല്ലാത്തിനും തള്ളമാരെ പിടിച്ചു. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈവക്കിക്കോ, ഒന്ന് പൊക്കിക്കോ. നിസ്കരിക്കാത്തതിന്റെ പേര് മോളെ തല്ലിയ ഉമ്മ, സുബ്ഹാനല്ലാഹ്. മക്കള് തന്നെ നോക്കുന്ന എന്റെ ഉമ്മ ഉണ്ടോ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. വീട്ടിലൊരു വടി വെട്ടി വെക്കണം. വീട്ടില് ഒരു വടി വെട്ടി വെക്കണം. ആരാണോ തന്റെ മക്കളെ നന്നാക്കാൻ വീട്ടിലൊരു വടി വെട്ടി വെച്ചിരിക്കുന്നത്, ആ വീട്ടുകാർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ഒരു വടിയുണ്ടോ വീട്ടിൽ? വെക്കണമെന്ന് ആഗ്രഹമുണ്ട് ഉസ്താദേ. വീട്ടിലൊരു വടി വെട്ടി വെക്കാത്തെന്താണെന്നറിയോ? ആ വടിയെടുത്ത് മക്കള് വാപ്പാനെ തല്ലുമെന്ന് പേടിച്ചിട്ടാണ്. ഉമ്മായിക്ക് തന്നെ പേടിയാ. ഓളിനി എന്നെ എനിക്കൊരു സംഭവം എന്ന് പറഞ്ഞാല്, ഒരു സഹോദരി ഫോണിൽ വിളിച്ചിട്ട് കരയാ. എന്താപ്പാ നീ കരയണേ? ഉസ്താദേ, ഞാൻ എത്ര പൊരുത്തം ചോദിച്ചിട്ടും എനിക്ക് പൊരുത്തപ്പെട്ട് തരുന്നില്ല. ഞാൻ കാലി പിടിച്ച് പൊരുത്തം ചോദിച്ചിട്ട് പൊരുത്തപ്പെട്ട് തരുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാ? എന്റെ വാപ്പ. ഞാൻ ചോദിച്ചു, നീ എന്ത് ചെയ്തു? ഞാൻ എന്റെ ഉപ്പാനെ തല്ലി. എത്ര വയസ്സുണ്ട്? 33 വയസ്സുണ്ട്. എന്തിനാ തല്ലി? എനിക്ക് ദേഷ്യം വന്നപ്പോ തല്ലി. എന്തോ മറുപടി പറയാനാ? അല്ലാഹു ഈമാൻ കൊടുക്കുമാറാകട്ടെ. നിനക്ക് തന്നെ പേടിയാ നിന്റെ മക്കള് നിന്നെ തല്ലുവോന്ന്. നമുക്ക് പണ്ടങ്ങനെ പള്ളിയിലെ ഉസ്താദന്മാര് തല്ലിയ വീട്ടിൽ പോയി പറയുവോ? പ്രായമുള്ളവര് പറ, പള്ളിയിലെ ഉസ്താദ് തല്ലിയ നമ്മൾ വീട്ടിൽ പോയിട്ട് പറയൂ ഉസ്താദ് തല്ലിന്ന്? പറയൂല. തല്ലിന്ന് പറഞ്ഞാൽ വാപ്പായും തല്ലി. നീ കുരുത്തക്കേട് കാണിച്ചിട്ടാണ് ഉസ്താദ് നിന്നെ തല്ലിയെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും തല്ലി കിട്ടും. അതുകൊണ്ട് നമ്മൾ പോയി പറയില്ല. ഇന്നെങ്ങാനും വീട്ടിൽ പോയിട്ട് ഉസ്താദ് തല്ലിന്ന് പറഞ്ഞ പിന്നെ ഉസ്താദിനെ എടുത്തിട്ട് തല്ലും. അതവസ്ഥ. കാലം എവിടെ എത്തി നോക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് മോനെ 5 നേരം നിസ്കരിച്ചാൽ മതി, പട്ടിണിയില്ലാതെ ജീവിക്കാൻ. നീ പറയുന്ന എന്താ? നല്ല വിദ്യാഭ്യാസവും എംഎക്കാരനും ഡിഗ്രിക്കാരനും IPS കാരനും ആയാലേ ജീവിക്കാൻ പറ്റും. ആരാ അമ്മേനെ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണ്ടെന്ന് ഞാൻ പറയണില്ല, പഠിപ്പിച്ചോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉറങ്ങുന്ന മകനെ പോയി വിളിക്കുന്നത് ഈ ആയത്തോതിയിട്ടാ. നീ പറയുന്നത് ഉറങ്ങിക്കോടാ, 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 രാവിലെ ട്യൂഷന് പോകേണ്ടതാ, ഉറങ്ങിക്കോടാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉറങ്ങിക്കിടക്കുന്ന മകനെ വിളിക്കുന്നത്, മോനെ എഴുന്നേക്കടാ, പള്ളിയിൽ പോവാ. ഇല്ലപ്പ, ഉറങ്ങണം ഉപ്പ, വയ്യുപ്പ. മോനെ വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ക. നിസ്കരിച്ച മരിക്കണ കാലം വരെ പട്ടിണി ഇല്ലാതെ കഴിയാടാ, എഴുന്നേക്കടാ മോനെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മരിക്കണ കാലം വരെ പട്ടിണി ഇല്ലാതെ ജീവിക്കണമെങ്കിൽ നീയും നിസ്കരിക്കണം. ആരും നിസ്കരിക്കണം? നിന്റെ ആമിനായി നിസ്കരിക്കണം. നീ നിസ്കരിക്കാൻ പള്ളിയിൽ വരും, നിന്റെ ആമിനായോ സീരിയൽ കണ്ടുകൊണ്ടിരിക്കും. മഗ്രിബിന് ഇശായിനും ടിവിയുടെ വണ്ടി പറ്റി കിടക്കാം. അല്ലാഹു അലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മക്കള് നിസ്കരിക്കോ? നിസ്കരിക്കത്തില്ല. നീ വിളിക്കാറുണ്ടോ? വിളിക്കത്തുമില്ല. പണ്ട് വാപ്പ പള്ളിയിൽ പോകുമ്പോ മക്കളെ കൊണ്ടുപോകും. ഇപ്പോഴോ? വാപ്പ പള്ളിയിൽ പോയി നിസ്കരിക്കും. വാപ്പായിക്ക് മകനെ ഉപദേശിക്കാൻ അർഹതയില്ല. ഇരിക്കണ ഏതെങ്കിലും താത്ത മോളോട് പറയാൻ പറ്റുമോ? ഡി നിസ്കരിക്കടി എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. പറഞ്ഞാൽ മോള് ചോദിക്കും, ഉമ്മ ആദ്യം ഒന്ന് നിസ്കരിക്കും. ആദ്യം ഉമ്മച്ചി നിസ്കരിക്കും, എന്നിട്ട് എന്നെ നിസ്കരിപ്പിക്കാൻ. ഇതാ നമ്മുടെ അവസ്ഥ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2 ഒരു പ്രതിഫലം കൂടെ പറഞ്ഞു നിർത്താം. 5 നേരം നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന 2ാമത്തെ പ്രതിഫലം നല്ല മരണം അല്ലാഹു നൽകും. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ശംസുൽ ഉലമ, ശൈഖുന ശംസുൽ ഉലമ നബറല്ലാഹു മർഖദ, മഹാനവറുകളുടെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. സമസ്തയുടെ നേതാക്കന്മാരായ പണ്ഡിതന്മാർ, കണ്ണിയത്ത് ഉസ്താദ്, ചെറുശ്ശേരി ഉസ്താദ്, കോയക്കുട്ടി ഉസ്താദ്, അത്തിപ്പറ്റ ഉസ്താദ്, ഇവരുടെയൊക്കെ മരണം പറഞ്ഞാലേ സുബ്ഹാനല്ലാഹ് അത്ഭുതം തോന്നാറുണ്ട്.
ആ മഹത്തുക്കൾ ഇന്നലെയൊക്കെ നിങ്ങൾ കേട്ടവരല്ലേ മഹത്തുക്കളുടെ മരണം, കൊതിപ്പിക്കുന്ന മരണം. എത്ര വെട്ടവാ മയ്യത്ത് സ്കരിച്ച് അവസാനം പറയുക നിസ്കാരം നിർത്തുക അവരുടെ കബറിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില പെണ്ണുങ്ങൾ പറയാറുണ്ട്, ഉസ്താദേ എന്റെ ഉമ്മ മരിച്ചത് വെള്ളിയാഴ്ച രാവിലാണ്. നിന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ചാൽ നിനക്ക് എന്നാ കിട്ടാനാ? നിനക്ക് വല്ലതും കിട്ടുമോ? നിനക്കൊന്നും കിട്ടത്തില്ല. ഉസ്താദെ എന്റെ വാപ്പായ്ക്ക് ഷഹാദത്ത് കലിമ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ ഉറക്കെ പറഞ്ഞിട്ടാ മരിച്ചേ. നിന്റെ വാപ്പ ഷഹാദത്ത് കലിമ പറഞ്ഞ് മരിച്ച നിനക്കെന്നാ കിട്ടൂടാ? നിനക്കൊന്നും കിട്ടത്തില്ല. നിനക്കെന്തെങ്കിലും കിട്ടണമെങ്കിൽ നീ അതുപോലെ മരിച്ചു കാണിക്കുക. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നല്ല മരണം വേണോ? നല്ല മരണം വേണോ? പൈസ ഒന്നും ചെലവാക്കണ്ട. ആരും ഒരാളും പൈസ ചെലവാക്കണ്ട. അല്ലാഹു പറയുകയാണ്, വൽആഖിബത്തു ലിത്തഖ്വാ. നല്ല മരണം വേണോ? ഞാൻ തരാ. ആർക്കാണ് വേണ്ടത്? കോടികളെ ചെലവഴിക്കണ്ട, പള്ളി കെട്ടി കൊടുക്കണ്ട, പാവങ്ങൾക്ക് കൊടുക്കണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, ആർക്കാണ് നല്ല മരണം വേണ്ടത്? വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, SKSSFന്റെ ചുണക്കുട്ടികളായ ചെറുപ്പക്കാരാ, വഅദ് നടത്തുന്നത് നല്ലതാ മോനെ. പക്ഷേ 5 നേരത്തെ നിസ്കാരം മുടക്കിയിട്ടാണ് വഅദ് നടത്തുന്നതെങ്കിൽ അതുകൊണ്ട് നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടു പോവുകയാണ്. ഇന്ന് ചെറുപ്പക്കാർ മുഴുവനും കുറുപ്പിന്റെ മുകളിലാ, എല്ലാവരും സിനിമാ ലോകങ്ങളിലാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 1400 വർഷങ്ങൾക്ക് മുമ്പ് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുന്ദരനായ അതാ വിവാഹം പോലും കഴിച്ചിട്ടില്ലാത്ത ചെറുപ്പക്കാരനാണ് ഉബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. ഉബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് നിനക്കറിയുമോ? മുസ്ലിമായതിന്റെ പേരിൽ ശത്രുക്കൾ പിടിച്ചുകൊണ്ട് വരികയാണ്. ഉബൈബ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മുസ്ലിമായതിന്റെ പേരിൽ ഉബൈബ് തങ്ങളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ശത്രുക്കളെ വിടന്ന് കൊല്ലാൻ പോവുകയാ. ഹുബൈബിനെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ്. അവര് ചോദിക്കുന്ന, ഹുബൈബേ ചെറിയ പ്രായമാടാ ഹുബൈബേ, വിവാഹം കഴിച്ചിട്ടില്ലടാ ഹുബൈബേ, എന്തിനാ മതം മാറുന്നത്? ഞങ്ങളുടെ കൂടെ വാടാ, നമുക്ക് കള്ളുകുടിച്ചു പെണ്ണുപിടിച്ചിട്ട് ഈ ജീവിതം അടിച്ചു പൊളിച്ചു ആസ്വദിക്കാവടാ. ചെറുപ്പത്തിലെ ചാകണ്ട ഹുബൈബേ, ചെറുപ്പത്തിലെ ചാകണ്ട ഹുബൈബേ. ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അവിടെ ശത്രുക്കളെ പറയുമ്പോ അല്ലാഹു തആല പറഞ്ഞു, എനിക്ക് അല്ലാഹുവിന്റെ ദീനാണ് വലുത്, മരിച്ചാലും ഞാൻ തിരിച്ചു വരൂല. ശത്രുക്കൾ പറഞ്ഞു, നീ മതം മാറണ്ട, നീ മതമൊന്നും മാറണ്ട. മുഹമ്മദിനെ ഒരു ചീത്ത പറഞ്ഞ ജീവനോടെ വിട്ടേക്കാ. എന്തെങ്കിലും ഒരു മോശമായ വാക്ക് പറഞ്ഞ നിന്നെ കൊല്ലാതെ ഞങ്ങൾ വിടാ. ഉബൈബ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് അവിടുത്തെ കാലിൽ ഒരു മുള്ളു കൊള്ളുന്നത് പോലും ഹുബൈബിനെ സഹിക്കൂല. എന്തായാലും ഹുബൈബിനെ കൊല്ലാൻ പോവുകയാണ്. ശത്രുക്കൾ ചോദിച്ചു, നിന്റെ അവസാനത്തെ ആഗ്രഹമെന്താ? നിന്റെ അവസാനത്തെ ആഗ്രഹമെന്താ? ചെറുപ്പക്കാരാ, നിന്നെ പോലെ വികാരമുള്ള മോഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമായി ജീവിച്ചിരുന്ന ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് കൊല്ലുന്നതിന് മുമ്പ് ചോദിച്ചു, നിന്റെ അഭിലാഷമെന്താ? നിന്റെ അവസാനത്തെ ആഗ്രഹമെന്താ? ഉബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണം. അനുവാദം തരുമോ? അനുവാദം തരുമോ? ശത്രുക്കൾ അനുവാദം കൊടുത്തു. ഉബൈബ് റളിയല്ലാഹു തആല അൻഹു പെട്ടെന്ന് പോയി ഉദുവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാ. 2 ചെറിയ സൂറത്ത് ഓതിയിട്ട് പെട്ടെന്ന് അങ്ങ് നിസ്കരിച്ചു. സുജൂദിൽ വീണു. അല്ലാഹുവിനോട് പറയുന്നു, നാഥാ, എപ്പോ നിസ്കരിച്ചാലും ഹുബൈബ് വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് നിസ്കരിക്കാറ്. ഇന്ന് ചെറുതായി പോയി റബ്ബേ, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, കൊതി തീർന്നിട്ടല്ല. പിന്നെ എളുപ്പത്തിൽ നിസ്കരിക്കാനുള്ള കാരണം എന്തെന്നറിയോ? എന്റെ നിസ്കാരം നീണ്ടുപോയാൽ, എന്റെ നിസ്കാരം നീണ്ടുപോയാൽ
ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. എന്തിനാ അല്ലാഹ് ഞാൻ ഭയപ്പെടുന്നത്? എന്തിനാ ഞാൻ മരിക്കാൻ പേടിക്കുന്നത്? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു കഴുകുമരത്തിന്റെ മുകളിലേക്ക് ചാടി കയറിയിട്ട് കഴുത്തിലേക്ക് കയറെടുത്തിടുകയാ. ശത്രുക്കൾ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യും കാലും കെട്ടുകയാണ്. അവിടുത്തെ കയ്യും കാലും കെട്ടുകയാ. കഴുത്തിൽ കയറിട്ടു. ചോദിച്ചു, ഹുബൈബേ പറയടാ, ഇനിയെങ്കിലും തിരിച്ചു വരുമോ? ഹുബൈബ് പറഞ്ഞു, എന്നെ കൊന്നാലും തിരിച്ചു വരൂല. അതാ പഴുതാ കുന്തമെടുത്തുകൊണ്ട് വന്നിട്ട് ജീവനോടെ നിൽക്കുന്ന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിലേക്ക് അവിടെ ഇങ്ങനെ അമ്പ് കുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചി ഇങ്ങനെ അതാ ചീകിയെടുക്കുകയാ. ശരീരത്തിലേക്ക് അമ്പ് കുത്തിയിറക്കിയിട്ട് ഇറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുകയാണ്. ഹുബൈബ് തങ്ങൾ പിടയുകയാ. ശത്രുക്കൾ താഴെ നിന്ന് രസിക്കുകയാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു വേദന സഹിക്കാൻ കഴിയാതെ കഴുകുമരത്തിൽ കിടന്ന് പിടയുമ്പോ ആ കാഴ്ച കണ്ടിട്ട് താഴെ നിന്ന് ഉല്ലസിച്ചുകൊണ്ട് ചിരിക്കുകയാണ്. അല്ലാഹുവേ, ഹുബൈബ് തങ്ങളുടെ കണ്ണ് നിറഞ്ഞപ്പോ അതാ വരുന്നു മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ മലക്കുകൾ അതാ കടന്നു വരികയാണ്. അതാ അവര് ചോദിക്കുന്നു, ഹുബൈബേ കരയുകയാണോ? ഹുബൈബേ പേടിക്കല്ലേടാ ഹുബൈബേ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നാ. അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുന്നു, ഹുബൈബേ കരയല്ലേടാ ഹുബൈബേ, പേടിക്കല്ലേടാ ഹുബൈബേ, വിഷമിക്കല്ലേടാ ഹുബൈബേ. ആ ചിരിക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് നീ വിളിച്ചു പറയടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? റൂഹ് പിടിക്കാൻ വരുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാ. പറയടാ ഹുബൈബേ, ഉറക്കെ വിളിച്ച് പറയടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹുബൈബ് തങ്ങൾ അവിടുന്ന് സകാദത്ത് കലിമ വിളിച്ചു പറഞ്ഞപ്പോ അതുവരെ ചിരിച്ച് കളിയാക്കിക്കൊണ്ടിരുന്നവരുടെ കണ്ണ് തള്ളുകയാണ്. ഹൃദയം പിടയ്ക്കുകയാണ്. ഹൃദയം പിടയ്ക്കുകയാണ്. പേടിച്ചുപോയി. ഹുബൈബ് കഴുകുമരത്തിൽ കിടന്നിട്ടും സഹാദത്ത് കലിമ വിളിച്ചു പറഞ്ഞപ്പോ ശത്രുക്കൾ പതറിപ്പോവുകയാ. മലക്കുകൾ പറയുന്നു, കരയല്ലേടാ, ചിരിക്കടാ ഹുബൈബേ. അവന്മാരുടെ മുഖത്ത് നോക്കി ചിരിക്കടാ ഹുബൈബേ. വാപ്പാ നിസ്കരിച്ചത് വെറുതെയല്ല വാപ്പാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഒരുപാട് മരുന്നുകൾ കഴിച്ചിട്ട് ഈ പാതിരാത്രി പോയി കിടന്നുറങ്ങിയിട്ടും നാളെ രാവിലെ അസ്സലാത്തു ഖൈറും മിനന്നൗം. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുമ്പോ രോഗം പിടിച്ചു കിടക്കുന്ന നീ പോലും എഴുന്നേറ്റ് വന്ന് നിസ്കരിച്ചത് വെറുതെയല്ല. നിന്റെ മക്കളതേ വീടിനകത്ത് കിടക്കുന്നുണ്ട്, നിന്റെ മരുമക്കള് കിടക്കുന്നുണ്ട്, നിന്റെ പെമ്മക്കള് കിടക്കുന്നുണ്ട്. അവരൊക്കെ നിസ്കരിക്കാതെ വീടിനകത്ത് കിടക്കുമ്പോ പച്ചവെള്ളത്തിൽ ഉടുപെടുത്തിട്ട് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന സുബഹി നമസ്കരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഈ നിസ്കരിക്കാതെ കിടക്കുന്നവളല്ല നിനക്ക് സകാദത്ത് കലിമ പറഞ്ഞു തരേണ്ടത്. ആഗ് വിളിക്കുമ്പോ നിസ്കരിക്കാത്തവളല്ല, അല്ലാഹുവിനെ മറന്നു നടക്കുന്നവനല്ല നിനക്ക് സകാദത്ത് കലിമ പറഞ്ഞു തരേണ്ടത്. നീ ആരെന്നറിയുമോ? നീ സാധാരണ മനുഷ്യനല്ല, നീ സാധാരണ ഒരു പെണ്ണല്ല, നീ വിവിഐപി ആണ്. നിന്നെ അല്ലാഹു ആദരിക്കും പെണ്ണ്. മരിക്കാൻ കിടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് പറഞ്ഞു തരികയാ, പറ പെണ്ണേ ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഷഹാദത്ത് കലിമ മലക്കുകൾ പറഞ്ഞു തരും ബാപ്പാ. അല്ലാഹുവിന്റെ മലക്കുകളാ പറയുന്നത്, ഖുർആനാ പറഞ്ഞത്, സിറാജ് വെറുതെ പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ മലക്കുകൾ പറയും, ഞാൻ ആരെന്നറിയോ, നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരനാ. ഇതും പറഞ്ഞാ നിനക്ക് സ്വർഗമാ, ഇത് പറഞ്ഞാ നിനക്ക് സ്വർഗമാ. ഷഹാദത്ത് കലിമ പറഞ്ഞു തരും പെണ്ണേ. ഇത് നമസ്കരിക്കുന്നവർക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന പ്രതിഫലമാ. ഇത് അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി നിസ്കരിച്ചവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. ഉബയ്യ് ഇബ്നു അദിയ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കഴുകുമരത്തിൽ കിടന്ന് പിടയുമ്പോ മലക്കുകൾ പറയുന്നു, പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുകയാണ്. ചിരിക്കടാ ഹുബൈബേ, ചിരിക്കടാ ഹുബൈബേ. എന്തൊരു ചിരിയായിരുന്നറിയോ. മരിച്ചു കിടന്ന ഹുബൈബിന്റെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമാ. ശത്രുക്കളാണെങ്കിൽ തൂങ്ങിക്കിടക്കുമ്പോ കഴുകുമരത്തിൽ കിടന്ന് പിടയുന്ന സമയത്ത് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല പിടിച്ച് തിരിക്കുകയാ. കിബിലയുടെ നേരെ കിടന്ന് ചാകണ്ട, കിബിലയുടെ നേരെ കിടന്ന് ചാകണ്ട എന്ന് പറഞ്ഞിട്ട് തല തിരിക്കാൻ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഹുബൈബ് തങ്ങളുടെ തല തിരിയുന്നില്ല. ഷഹാദത്ത് കലിമ വിളിച്ചു പറഞ്ഞ് അല്ലാഹുവേ പുഞ്ചിരിക്കുന്ന മുഖത്തോട് കഅബാലയത്തിന്റെ നേരെ തല തിരിച്ചു വെച്ചിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല കഴുകുമരത്തിൽ കിടന്ന് റൂഹ് പോവുകയാ. അവിടുന്ന് ഷഹീദാവുകയാ. ശത്രുക്കൾ പറഞ്ഞു, ഇവന്റെ മയ്യത്ത് ഇവിടെ കിടന്ന് പുഴുത്തു നാറട്ടെ, ഹുബൈബിന്റെ ജനാസ അടിക്കാൻ അനുവദിക്കരുത്, ഇവിടെ കിടന്നു പുഴുത്തു നാറട്ടെ. കാവല് നിൽക്കുകയാ. ഒരാളെ പോലും അടുത്തു പോകാതെ കാവല് നിൽക്കുകയാ. മുത്തുനബിക്ക് വല്ലാത്ത വിഷമമായി. അവിടുന്ന് ചോദിക്കുന്നു, സ്വഹാബ എന്നെ ഹുബൈബിനെ കബറടക്കുന്നതാരാ? ഒരു സ്വഹാബി പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്, ഞാൻ പോകാൻ നബിയേ, ഞാൻ പോകാൻ നബിയേ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു വരുമ്പോ ശത്രുക്കൾ കള്ളു കുടിച്ചുകൊണ്ട് നിൽക്കുകയാ. എല്ലാവരും ഒരുമിച്ച് കൂടി നിന്ന് കള്ളു കുടിക്കുകയാണ്. അപ്പോഴാണ് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുന്ദരിയായ ചെറുപ്പക്കാരിയായ സൗന്ദര്യമതിയായ പെണ്ണിങ്ങനെ ഓടി വരികയാ. അവള് ചോദിക്കുന്നു, ഹുബൈബിന്റെ തലയെവിടെ, ഹുബൈബിന്റെ തലയെവിടെ? എന്തിനാടി ഈ ചത്തവന്റെ തല നിനക്കെന്തിനാ? ഈ പുഴുത്ത് കിടക്കുന്നവന്റെ തല നിനക്കെന്തിനാ? പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഹുബൈബിന്റെ തല വെട്ടിപ്പൊളിച്ചിട്ട് തലച്ചോറെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് അവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊഴിച്ചു കുടിക്കാനാ. എനിക്ക് ഹുബൈബിന്റെ തല വേണം, അവന്റെ തലയോട്ടിക്കകത്ത് എനിക്ക് കള്ളൊടിച്ചു കുടിക്കണം. ആരാണ് മുറിച്ചു തരുന്നത്? വെറുതെ വേണ്ട. നിങ്ങളിൽ ആരാണോ ഹുബൈബിന്റെ തല ആദ്യം എന്റെ കയ്യിൽ കൊണ്ടുവെക്കുന്നത്, അവന് ഞാൻ എന്റെ ശരീരം തരാ. തന്റെ ശരീരം ഇങ്ങനെ തുറന്നു കാണിക്കുകയാ. അല്ലാഹുവേ, വാള് മൂരി പിടിച്ചുകൊണ്ട് ശത്രുക്കൾ ഓടുകയാ. ആ പെണ്ണിന്റെ കൂടെ കിടന്ന് സുഖിക്കുന്നതിന് വേണ്ടി ആ കഴുകുമരത്തിന് തൂങ്ങിക്കിടക്കുന്ന ഹുബൈബ് ഇബ്നു അദിയ് റളിയല്ലാഹു തആല ആ ചെറുപ്പക്കാരന്റെ തല വെട്ടുന്നതിന് വേണ്ടി എല്ലാവരും കൂടെ ഓടുമ്പോ ഈ സ്വഹാബി ഒരു മരത്തിന്റെ മുകളിൽ കയറുകയാണ്. ഈന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് സുബ്ഹാനല്ലാഹ് കാണുന്ന രംഗമെന്തെന്നറിയോ? ജീവനും കൊണ്ടോടുകയാ. തലവെട്ടാൻ പോയവന്മാര് മുഴുവനും ജീവനും കൊണ്ടോടുകയാണ്. പടച്ചവനെ, ഒരുപാട് സമയം കഴിഞ്ഞു. ഈന്തപ്പന മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ ജനാസ കാണുന്നില്ല.
പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട് അതാ സംഭവിച്ചത് മുഴുവനും വിവരിച്ചു കൊടുക്കുകയാണ്. സഹാബി ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ ഉബൈബിന്റെ ജനാസ കാണുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കുകയാണ്. ലോകത്തിന്റെ നേതാവിന്റെ ചുണ്ടിൽ പുഞ്ചിരി വരികയാ. സഹാബാ, എന്റെ ഹുബൈബിനെ കബറടക്കി. സഹാബാ, ആരാടക്കിയതെന്നറിയുമോ? 5 നേരം അല്ലാഹുവിന്റെ പള്ളിയുടെ വിചാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, അടുക്കളയിൽ ജോലി ചെയ്ത് കരിപുരണ്ട ശരീരവുമായി നിൽക്കുമ്പോഴാണ് ദുഹറിന്റെ ബാങ്ക് വിളിക്കുന്നത്. സർവ്വ ജോലിയും മാറ്റിവെച്ചിട്ട് ഓടിച്ചെന്ന് കൈകാലുകൾ കഴുകിയിട്ട് മുതുപെടുത്തിട്ട് നിസ്കരിക്കുന്ന ഉമ്മ, നിനക്കല്ല തരുന്ന പ്രതിഫലമറിയുമോ? ഈ പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുമല്ലോ. നാട്ടുകാരും കുടുംബക്കാരും മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമല്ലോ. അവസാനം വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നെ പിടിച്ച് മലർത്തി കിടത്തിയിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിന്റെ അകത്ത് നിന്റെ മയ്യത്ത് കുളിപ്പിക്കുമല്ലോ. എന്നിട്ട് ജീവിതത്തിൽ ഒരിക്കലും നീ ധരിക്കാത്ത 3 കഷ്ടം വെള്ളത്തുടിയുടെ മുകളിൽ കൊണ്ടുവന്ന് മലർത്തി കിടത്തിയിട്ട് അതാ സുഗന്ധം തേച്ച പഞ്ഞി എടുക്കുകയാ. മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തു കെട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. അല്ലാഹുവേ, മൂക്കിന്റെ ദ്വാരത്തു പഞ്ഞിയെടുത്ത് വെക്കുന്ന ഒരു ദിവസമുണ്ടടി പൊന്നുമോളെ. ഇന്നലെ വരെ നിന്റെ കൂടെ നടന്ന നിന്റെ ഭർത്താവും നിന്റെ മാതാപിതാക്കളും നിന്റെ മക്കളും പറയുകയാ, കാണണ്ടവരൊക്കെ കണ്ടോ, പുതിയ പോവുകയാ. അല്ലാഹുവേ, നിന്റെ വീടിനകത്ത് തിരക്ക് കൂടുമ്പോ നിന്റെ ഭർത്താവ് തന്നെ പറയും, കണ്ടതൊക്കെ മതി പുതിയ. പ്രതിഫലം കേൾക്കണോ? അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി നിസ്കരിച്ചതിന് റബ്ബ് തരുന്ന പ്രതിഫലം കേൾക്കണോ? അല്ലാഹുവേ, ഈ പള്ളിയിൽ നിന്നൊരു മയ്യത്ത് കെട്ടിരുന്ന വാഹനം നിന്റെ വീട്ടിൽ വരുമല്ലോ. അതിനകത്തേക്ക് നിന്നെ എടുത്ത് മലർത്തി കടത്തുമല്ലോ. ഈ പള്ളി തികയില്ല വാപ്പാ, ഈ പള്ളി തികയൂല. നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഈ പള്ളിയിൽ സ്ഥലമുണ്ടാകില്ല. എന്റെ പൊന്നാര ചെറുപ്പക്കാരികളായ പെൺകുട്ടികള്, എന്റെ പെങ്ങന്മാരെ, നിന്റെ മയ്യത്ത് നമസ്കരിക്കാ ഈ പള്ളിക്കകത്ത് സ്ഥലം കിട്ടില്ല പെണ്ണേ. നിന്റെ വീട്ടുകാര് മുഴുവനും നിന്റെ കുടുംബക്കാര് മുഴുവനും പള്ളിയിൽ വരുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ പള്ളി നിറയും പെണ്ണേ. ആര് വരുമെന്നറിയുമോ? ആര് വരുമെന്നറിയുമോ? അല്ലാഹുവിന്റെ മലക്കുകൾ വരികയാ. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം കാണാത്ത, പാപം പറയാത്ത അല്ലാഹുവിന്റെ മലക്കുകൾ വരികയാ. 70,000 മലക്കുകൾ വരുമുമ്മ നിന്റെ മയ്യത്ത് നിസ്കരിക്കാ, നിന്റെ മയ്യത്ത് നിസ്കരിക്കാ. എന്നിട്ട് നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ പുറകിൽ ഒരുക്കിയിട്ടിരിക്കുന്ന ഖബറുണ്ടല്ലോ, അല്ലാഹുവേ, ഖബറിന്റെ ആഴം സോദരാ നീ നോക്ക്. അതിൽ നിന്ന് മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോ
പോലെ ജീവിത കാലമില്ലൊരു കൊണ്ട് കുടസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട് ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ അങ്ങനെ പള്ളിപ്പറമ്പിലേക്ക് നിന്റെ ജനാസ കൊണ്ടുവരുമ്പോ ഖബറിനകത്തിറങ്ങുന്നതാരാ ഖബറിലേക്ക് ജനാസ ഇറക്കുന്നതാരാ നിന്റെ ഖബറിൽ പലകയെടുത്ത് വെക്കുന്നതാരാ നിന്റെ ഖബറിന്റെ മുകളിലേക്ക് മണ്ണ് വാരിയിടുന്നതാരാ അല്ലാഹുവിന്റെ മലക്കാണ് പെണ്ണ് മലക്കുകൾ ഖബറടക്കുകയാ അധികം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജനാസ ഖബറടക്കിയതാരെന്നറിയുമോ മലക്കുകളാണ് സഹാബ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ നമസ്കാരത്തിന്റെ കാര്യം മറന്നു പോകരുത് അതുകൊണ്ട് തവക്കൽതു അലല്ലാഹ് പറഞ്ഞ റബ്ബ് തരുന്ന 6 പ്രതിഫലങ്ങളിൽ നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ അല്ലാഹു നിന്റെ ഉപജീവനത്തിൽ ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നുണ്ട് രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ അല്ലാഹു മതിയടാ ചെറുപ്പക്കാരാ അല്ലാഹു മതിയടി പൊന്നുമോളെ പിന്നെ ആരും നിനക്ക് വേണ്ട മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ ശപിക്കപ്പെട്ടവനായ ലഅനത്താക്കപ്പെട്ട പടച്ചവരെ ഇബ്ലീസ് ഉണ്ടല്ലോ അവന്റെ ശർറിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുകയാ നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ നിന്റെ ഉപജീവനത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.